കേരളത്തിൻ്റെ ഒരു ഗതികേട് കാണണേ. പാടിപ്പുകഴ്ത്തുന്ന ഒരു കേന്ദ്രമന്ത്രി കോപ്പർ രായാവ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മാധ്യമങ്ങൾ 5-ാമത്തെ ദിവസം ഒരു മലയാളി മണ്ണിനടിയിൽ കുടുങ്ങിയ കാര്യം ചോദിക്കാൻ ചെന്നപ്പോൾ ഉള്ള പ്രതികരണത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടാവുന്നില്ലെന്ന് പറയുന്നത്. ലോറി ഡ്രൈവർ ഒരു കോഴിക്കോട് സ്വദേശിയാണ്. 4 ദിവസമായി. ഇപ്പോൾ GPS ലൊക്കേറ്റഡ് ആണ്. കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഫാമിലിക്ക് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് കിട്ടുന്ന അവസ്ഥ. വേണ്ട നടപടികൾ ഇത് എവിടെ സ്ഥലം? കോഴിക്കോടാണ് സർ. ഷിരൂർ. അതെ, ഏത് ഡിസ്ട്രിക്റ്റ്? എങ്ങനെയുണ്ട്? ഇതിന് ശേഷമാണ് മാധ്യമങ്ങളിലൂടെ പല പോരും അടിച്ചത്. നേരിട്ട് പ്രതികരണം എടുക്കാൻ ചെന്നിരുന്നു. ഇതൊക്കെ അന്വേഷിക്കാൻ എവിടെയാണ് സമയം? ചുളുവിന് ലോട്ടറി അടിച്ച് കിട്ടിയ മന്ത്രിസ്ഥാനം. അപ്പോൾ അതിനെ അങ്ങ് മാക്സിമം നമ്മൾ ആഘോഷിക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ഈ നാട്ടിൽ നടക്കണ കാര്യമൊക്കെ ആരറിയണം? അതിൻ്റെ ആവശ്യം എന്ത്? നേരത്തെ ഒരു മോഹൻലാൽ സിനിമയിൽ ശ്രീനിവാസന്റെ ഡയലോഗ് പറയും പോലെ, ഞാൻ അമേരിക്കയിലേക്ക് വന്നത് ആഘോഷിക്കാനാണ്. അതുപോലെ ഞാൻ കേന്ദ്രമന്ത്രിയായത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനല്ല. എനിക്ക് കുറച്ച് അറുമാദിക്കാനുണ്ട്. സ്റ്റേറ്റ് കാറിൽ കുറച്ച് ഗമ കാണിച്ച് നടക്കാനുമുണ്ട്. കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കണ നിപ്പ് കണ്ടാൽ തോന്നും എന്തോ വലിയ സംഭവമാണ്. 5 ദിവസമായിട്ട് മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ചോദ്യം ചോദിച്ചപ്പോൾ കർണാടകയിലെ ഏത് ഡിസ്ട്രിക്റ്റാണ്, ബന്ധുക്കളുടെ ഫോൺ നമ്പർ എടുക്കും, ഞാൻ അന്വേഷിക്കാം. അല്ലാതെ ഒരു കേന്ദ്രമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും അറിയാറില്ല. അല്ലെങ്കിൽ തന്നെ അറിയേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. ഞാൻ കേന്ദ്രമല്ലേ. കേന്ദ്രത്തിൻ്റെ കാര്യം മാത്രം നോക്കാൻ നടക്കുന്ന ആളാണ്. നാടുതീളെ ഇപ്പോൾ രായാവ് കളിച്ച് നടക്കുകയാണ്. രായാവ് കളിച്ചുകൊണ്ട് കിടക്കുന്നതിൻ്റെ ഇടയിൽ നാട്ടിൽ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ 5 വർഷം ഇതുകൊണ്ട് കടന്ന് അങ്ങ് സുഖിക്കുന്നതിനപ്പുറം, അതായത് ഇനി ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അറുമാദം അങ്ങ് തുടങ്ങുകയാണ്. ഇപ്പോൾ ഉറങ്ങുമ്പോൾ പോലും കണ്ണാടിയും വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ചോദ്യം ചോദിച്ചപ്പോൾ മാധ്യമങ്ങളടുത്ത് നിന്ന് ആ പൊട്ടം കളിക്കുന്ന രീതി കണ്ടില്ലേ? പണ്ട് സ്കൂളിലൊക്കെ ടീച്ചർമാർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അറിഞ്ഞൂടാത്ത കുട്ടികളിൽ നിന്ന് തല ചൊറിയും പോലെ. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. അനുഭവിക്കുക അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? ഇതിനെയും പേറണം 5 വർഷം.